വാട്സ്ആപ്പ് ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെയുള്ള ഒരു ഫേമസ് ക്രിസ്മസ് മാർക്കറ്റ് കാണാനാണ്. നമ്മൾ 5 പേര്, ബിൻസി, ഡ്രാഗൺ, ആശാൻ, ഞാന്, അഖില്, നമ്മൾ ഇത്രയും പേര് ചേർന്നിട്ടാണ് പോയത്. ടൊറന്റോയിൽ നിന്ന് ഒരു 2 hours or 150 kilometers ഉണ്ട് ഈ ഒരു എലോറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ വെൽക്കം എവറി വൺ ടു എലോറാസ് ക്രിസ്മസ് മാർക്കറ്റ് വ്ളോഗ്. അപ്പൊ ക്രിസ്മസ് സീസൺ ആയാൽ ദ ഹോൾ വില്ലേജ് ടേൺസ് ഇൻ ടു എ ക്രിസ്മസ് മാർക്കറ്റ്. ഇതൊരു ഭയങ്കര കോസി സ്മോൾ ടൗൺ ആണ് കേട്ടോ. ഇത് ഡൗൺ ടൗൺ എലോറയിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു ഫെയറി ടെയിൽ വൈബാണ്. ഓരോന്ന് കാണുമ്പോഴും ഈ ക്രിസ്മസ് പോസ്റ്റ് കാർഡ്സിലുള്ള പിക്ചേഴ്സിലെ അത് നേരിട്ട് കാണുന്ന ഒരു ഫീൽ ആയിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരുപാട് ക്യൂട്ട് സ്മോൾ സ്റ്റോൾസ് ഉണ്ട്. അപ്പം ഈ ഒരു മാർക്കറ്റ് ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ ഇവിടുത്തെ ലോക്കൽ വെൻഡേഴ്സിനെയും സ്മോൾ ബിസിനസിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ്. ഇവിടെ തന്നെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളാണ് ഇവയൊക്കെ. എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഈ ഒരു സെൽഫ് ചെക്ക്ഔട്ട് പേയ്മെന്റ് മെത്തേഡ് ആണ്. നമുക്കൊരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ടാൽ അത് പേയ്മെന്റ് ചെയ്തെടുക്കാം. പക്ഷെ പേയ്മെന്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും നോക്കാൻ അവിടെ സ്റ്റാഫ് ഒന്നും ഇല്ല. വിശ്വാസം അതാണല്ലോ എല്ലാം. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ പേയ്മെന്റ് ചെയ്യാതെ എടുക്കാറുമില്ല. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു കുഞ്ഞു സാന്റാ വില്ലേജ്. ഇവിടെ എൽഫ്സും റെയിൻഡിയറും സാന്റാക്ലോസും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു മാജിക്കൽ ഫെയറി ടെയിൽ ഫീലിംഗ്. അത് മാത്രമല്ല ലൈറ്റ് സ്നോഫോളും ഉണ്ടായിരുന്നു. കണ്ടോ, സ്നോ ഫ്ലേക്സ് നമ്മുടെ ദേഹത്തൊക്കെ ഫുൾ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്കുള്ള എൻട്രി കംപ്ലീറ്റ് ഫ്രീ ആണ് കേട്ടോ. 10 പൈസ പോലും എൻട്രി ചാർജ് വാങ്ങാണ്ടാണ് ഇവർ ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വിന്റർ ആയതുകൊണ്ട് തന്നെ തണുപ്പിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഹീറ്റേഴ്സ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ നടന്നു വന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഈ ഓരോരോ ഹീറ്ററിന്റെ അടുത്ത് പോയി നിന്ന് നമ്മുടെ ബോഡി ഒന്ന് വാമാക്കാം. ശ്വാസം വിടുന്നത് പോലും ഇറ്റ് ലുക്സ് ടു ഡ്രമാറ്റിക്. എവിടെ തിരിഞ്ഞാലും ഒടുക്കത്തെ ഭംഗിയാ. ഈ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എവിടെ ഫ്രെയിം സെറ്റ് ചെയ്താലും അടിപൊളിയാ. പക്ഷെ ഒരേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആളുകൾ ഇങ്ങനെ കടലുപോലെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരെ ഒന്ന് ഒഴിവാക്കി ഫ്രെയിം സെറ്റ് ചെയ്ത് നമ്മളെ മാത്രം അതിൽ ഉൾപ്പെടുത്തി ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. പക്ഷെ ഇവിടുത്തെ നല്ല മനുഷ്യര് നമ്മൾ ഫോട്ടോ എടുക്കുക എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഫ്രെയിമിനകത്തൂടെ ഒന്നും കയറി നടക്കാറില്ല കേട്ടോ. അവർ വെയിറ്റ് ചെയ്ത് നിൽക്കും അവിടെ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിയുന്നവരെ. അങ്ങനെ കുറെ നേരം പോസ് ചെയ്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെയൊക്കെ ബോഡി ഭയങ്കരമായിട്ട് സ്റ്റിഫ് ആവുകയും ഫ്രീസ് ആവുകയും ചെയ്തു. അത് വിന്ററിന്റെ ഒരു പ്രശ്നമാണ്. കാരണം നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ നമുക്ക് തണുപ്പ് കൂടും. അങ്ങനെ ഞങ്ങൾക്ക് ഫയർ പിറ്റിനടുത്ത് ഒരു സീറ്റ് കിട്ടി. ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ബോഡി ഒന്ന് ചൂടാക്കുകയാണ്. അപ്പോഴത്തേ ഞങ്ങൾ ഗേൾസുള്ള ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ നൈസായിട്ട് ആശാനോട് ആ ഫ്രെയിമിൽ ഒന്ന് മാറുമെന്ന് ചോദിച്ചു. അങ്ങനെ നൈസായിട്ട് ഒഴിവാക്കിയല്ലേ എന്നും പറഞ്ഞ് ഞങ്ങളിത് കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുക. പിന്നെ നമ്മൾ പോയത് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്യാനാണ്. ആ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിക്കാനുള്ള ക്യൂ ആണ്. അത് കണ്ടോ, അങ്ങനെ ഒരു 1/4 മണിക്കൂർ ഈ തണുപ്പത്ത് ഫ്രീസായി നിന്ന് ക്യൂ നിന്ന് വാങ്ങിച്ച ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചപ്പം ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി. ബിക്കോസ് വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു. ഒരുമാതിരി ചൂടുവെള്ളത്തിൽ ഹോട്ട് ചോക്ലേറ്റിന്റെ പൊടി കലക്കി തന്നൊരു ഫീൽ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്കായിരുന്നു കേട്ടോ ലാസ്റ്റ് ആ ഹോട്ട് ചോക്ലേറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞ് ബാക്കിൽ മണിക്കൂറുകൾ ക്യൂ നിന്നവർക്കൊന്നും കിട്ടിയില്ല. അവരുടെ മെഷീൻ കേടായി അത്രേ. ഇനിയും നിന്ന് കഴിഞ്ഞാൽ തണുത്ത് മരവിച്ച ചത്തു പോകുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. ടേക്ക് കെയർ. ബൈ.